തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കളം പിടിക്കുകയാണ് LDF. നാളെ മുതൽ പാർലമെന്റ് മണ്ഡലം കൺവെൻഷനുകൾ ആരംഭിക്കും. ഇതോടെ LDF രണ്ടാം ഘട്ട പ്രചാരണത്തിലേക്ക് കടക്കുകയാണ്. തിരുവനന്തപുരം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രനോടൊപ്പം വിജിൻ വായന്തോട് നമ്മളോടൊപ്പം ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. വിജിൻ, ഗുഡ് മോർണിംഗ്. രാവിലെ സ്ഥാനാർത്ഥി തിരക്കിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മളോട് സംസാരിക്കാനായി കൂടെയുണ്ട്. വളരെ വേഗത്തിൽ അദ്ദേഹത്തോട് സംസാരിക്കാം. തീർച്ചയായും മനു, നമ്മളിവിടെ വരുമ്പോൾ ഒരു കഷ്ണം പുട്ടും ഒരു റോബസ്റ്റ പഴവും ഒക്കെ കഴിച്ച് ഇങ്ങനെ റെഡിയാവുന്ന തിരക്കിലായിരുന്നു പന്ന്യൻ രവീന്ദ്രൻ. എന്തായാലും തെരഞ്ഞെടുപ്പ് കളം ചൂടുപിടിക്കുകയാണ്. കൂടുതൽ സജീവമായ LDF തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തേക്ക് കടക്കുകയാണ്. നാളെ മുതൽ LDFിൻ്റെ മണ്ഡലം കൺവെൻഷനുകൾ ആരംഭിക്കും. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ, പ്രധാന നേതാക്കൾ തന്നെ ഈ മണ്ഡലം കൺവെൻഷനുകളുടെ ഭാഗമാകും. എങ്ങനെയുണ്ട് ഈ പ്രചരണമെന്ന് പന്ന്യൻ രവീന്ദ്രൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം. എങ്ങനെയാണ് ഇപ്പോൾ ഇത്രയും ദിവസം കഴിയുമ്പോൾ പ്രചാരണത്തിൽ ഒരു ആവേശം? ജനങ്ങളുടെ മുമ്പിൽ തെരഞ്ഞെടുപ്പ് എന്നൊരു വിഷയം വളരെ പ്രധാനപ്പെട്ട ചർച്ചയായിരിക്കുക. ഒരവസരമാണ് തെരഞ്ഞെടുപ്പ്. 5 വർഷം കൂടുമ്പം കിട്ടുന്നതാണ്. BJP അധികാരത്തിൽ വന്നിട്ട് 10 വർഷമാവുക. 10 വർഷക്കാലം കൊണ്ട് അവർ വാഗ്ദാനങ്ങളെല്ലാം നിരസിച്ച ഒരു ഗവൺമെൻറ് അവർ മാത്രമാണ്. അതിന് പുറമെ അന്നവർ തീരുമാനിച്ചതിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ അജണ്ട നടപ്പിലാക്കുക, രഹസ്യ അജണ്ട. അതാണ് നമ്മുടെ രാജ്യത്തെ കുറേശ്ശെ വിൽക്കുക എന്ന് പറയുന്ന അജണ്ട. അത് നടപ്പിലായിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ ഇപ്പോൾ വിമാനത്താവളം ലീസിനാണ് കൊടുത്തത്. കേരള ഗവൺമെൻറ് പറഞ്ഞു ഞങ്ങളാ കാര്യം നടത്തിക്കോളാം, എത്ര കാശ് വേണം ഞങ്ങൾ തരാം. നോ, നിങ്ങളല്ല, നമ്മൾ കൊടുക്കേണ്ട കൂട്ടർ കൊടുത്തു. മുതലാളിമാർക്ക് വേണ്ടി അവർ ഭരിക്കുകയാണെന്ന് കൃത്യമായി അവർ തെളിയിച്ചു കഴിഞ്ഞു. ഇനി അവർ കൂടുതൽ നമ്മുടെ നാടിൻ്റെ സമ്പത്ത് കവർന്നെടുക്കാൻ പോവുക. അതൊരു ഭാഗത്ത്. മറുഭാഗത്താണെങ്കിലോ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഏറ്റവും പ്രധാനമാണ് മതനിരപേക്ഷത. ഇവിടെ എല്ലാ ജാതി മതസ്ഥരും സുഹൃത്തുക്കളായി പെരുമാറുക, കുടുംബം പോലെ പെരുമാറുക. അടുത്ത കുടുംബം ഒരു ഹിന്ദു കുടുംബവും മുസ്ലിം കുടുംബവും ക്രിസ്ത്യൻ കുടുംബവും ഉണ്ടെങ്കിൽ എല്ലാം കൂട്ടുകുടുംബം പോലെ നമ്മൾ പെരുമാറുന്നത്. അങ്ങനൊരു നാട്ടിലാണ് ഇപ്പം മതാധിപത്യ ഭരണം നാട്ടിൽ കൊണ്ടുവരും, മതാധിഷ്ഠിതം. അത് അപകടകരമായ സൂചനയാണ്. അതുകൊണ്ട് അതിനെതിരായ ജനങ്ങളെ മനസ്സിൽ ആ പ്രതിഷേധം വോട്ടായി വരുമെന്നും നമ്മൾക്ക് ജയിച്ചു വരാൻ കഴിയുമെന്നാണ് ഞങ്ങളെ പ്രതീക്ഷ. ഇപ്പം BJPയുടെ സ്ഥാനാർത്ഥി ഇവിടെ വന്നു കഴിഞ്ഞു. ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചു. UDF സ്ഥാനാർത്ഥി നിർണ്ണയം ഇതുവരെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. BJP സ്ഥാനാർത്ഥി ഇവിടെ വന്നപ്പോൾ പറഞ്ഞത് ഇവിടെ തിരുവനന്തപുരത്ത് ഒരു IT നഗരമാക്കി മാറ്റുമെന്ന്. ആദ്യമായി ഈ ടെക്നോ പാർക്ക് സ്ഥാപിച്ചത് EK നായനാർ സർക്കാരിൻ്റെ കാലത്താണെന്ന് എല്ലാവർക്കും അറിയില്ല. അത് മാത്രമല്ല, സ്ഥാപിക്കുക മാത്രമല്ല, ഇപ്പോൾ 1 ലക്ഷത്തോളം വരുന്ന ജീവനക്കാർ ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിലെ IT മേഖലയിൽ 1.25 ലക്ഷത്തോളം ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് എറണാകുളത്തെ ടെക്നോ പാർക്കിലും പോയി. അവിടെ പോയപ്പോഴാണ് കണ്ടത് ഇത്രയും ആളുകൾ ജോലി ചെയ്യുന്നൊരു പ്രസ്ഥാനമാണ് IT മേഖല നമ്മളത്. ആ IT മേഖല എന്താണ് ഇനിയിപ്പം വർദ്ധിപ്പിക്കാൻ പോകുന്നത് എനിക്കറിയില്ല. അതൊക്കെ അവരെ പറയട്ടെ. പിന്നെ എതിർ സ്ഥാനാർത്ഥി പറയുന്നതിന് മറുപടി പറയുക എൻ്റെ ഒരു ജോലിയല്ല. അത് അവർക്ക് പറയാനുള്ള പറഞ്ഞോട്ടെ. കാരണം ഒരു സ്ഥാനാർത്ഥിയെക്കുറിച്ചും വ്യക്തിപരമായ പരാമർശത്തിന് ഞാനില്ല. അത് രാഷ്ട്രീയ മാനദണ്ഡത്തിൽ ശരിയല്ല. അതുകൊണ്ട് IT നഗരം എന്ന് പറയുന്നത് ഒരുപാട് വാഗ്ദാനം പറഞ്ഞ് പോവാം. വാഗ്ദാനം പലരും പറയും. പക്ഷേ ഇവിടെ നടപ്പിലാക്കുന്ന എന്താണെന്നുള്ളത് നമുക്കറിയാം. നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ 5 വണ്ടി മാത്രമേ പാർക്ക് ചെയ്യാൻ കഴിയൂ. സൗകര്യമില്ല. 2005 ഞാൻ MP ആയിരിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രൊജക്റ്റ് റെയിൽവേ ബോർഡിന് മുമ്പിലുണ്ട്. ആ പ്രൊജക്റ്റ് തിരുവനന്തപുരവും നേമവും കൊച്ചുവേളിയും ചേർന്നിട്ടാണ്. വെളിയിൽ ഒരു പുതിയ സംവിധാനം വന്നതിന് ശേഷം, എന്നാൽ അതും നിയമത്തിൻ്റെ കാര്യം ആലോചിച്ചാൽ ഇപ്പം നിയമം മിന്നാൻ തുടങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരവും നേമവും കൊച്ചുവേളിയും കൂടി ചേർന്ന് ഒരു ബിഗ് പ്രൊജക്റ്റ് അന്ന് തയ്യാറാക്കി നടപ്പിലായെങ്കിൽ നമുക്കിപ്പം വന്ദേ ഭാരത് പോലെ ഏത് വണ്ടി വന്നാലും വണ്ടികൾ കയറ്റിക്കൊണ്ടുപോയി പാർക്ക് ചെയ്യാൻ പറ്റിയ സംവിധാനം അവിടെയുണ്ട്. നമുക്ക് സമയത്തിന് വണ്ടി അയക്കാം. ഇപ്പം നമ്മൾ വരുമ്പോൾ കാണുന്നില്ലേ, വണ്ടി വന്നാൽ ഒരു അരമണിക്കൂറൊക്കെ ചിലപ്പോൾ പേട്ടെ പിടിച്ചിടും, അല്ലെങ്കിൽ 10-15 മിനിറ്റ് പിടിച്ചിടും. എന്താ കാര്യം? ഇവിടെ ട്രാക്കില്ല, ട്രാക്കെല്ലാം ഫുള്ളാണ്. ഇതാണ് അവസ്ഥ. അതുകൊണ്ട് ഇവിടെ എന്ത് വികസനം വേണമെന്നതിനെപ്പറ്റി ഒരു വ്യക്തമായ ധാരണ വേണമെങ്കിൽ ഇവിടുത്തെ ജനങ്ങളുമായി നന്നായി ബന്ധമുള്ള ഒരാളുണ്ടാവണമെന്നുള്ളത് അത് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അനുകൂലിക്കും, പിന്തുണക്കുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഇപ്പോൾ നമ്മൾ എല്ലാ സ്ഥലത്തും പോയപ്പം അതിനനുകൂലമായ വലിയ ഒരു മാറ്റമാണ് കാണുന്നത്. ആ മാറ്റം നിലനിന്ന് പോയി. ഈ ഗവൺമെൻറ്റിൻ്റെ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായി കേരളത്തിൻ്റെ പ്രതിഷേധം അത് തലസ്ഥാനത്ത് തന്നെ ആവട്ടെ.
എന്ന രീതിയിൽ ഈ പ്രതിഷേധം തുടർന്നു വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മനു, എന്തായാലും ഇത് തന്നെയാണ്, വ്യക്തിപരമായി ഒരു സ്ഥാനാർത്ഥിയും അധിക്ഷേപിക്കാനില്ല, അവർക്ക് മറുപടി നൽകാനില്ല. LDF ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം അത് കൃത്യമായി ജനങ്ങളോടൊത്ത് അവതരിപ്പിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ആ രീതിയാണ് LDF പിന്തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും നമുക്കൊപ്പം പന്ന്യൻ രവീന്ദ്രൻ തന്നെയാണ് നേരിട്ട് ചേർന്നത്. ക്യാമറമാൻ RK കുമാറിനൊപ്പം വിജിൻ വായാന്തോട്, കൈരളി ന്യൂസ്, തിരുവനന്തപുരം. ശരി വിജിനാണ് വിവരങ്ങൾ ഇപ്പോൾ പന്ന്യൻ രവീന്ദ്രനുമായി സംസാരിക്കുകയും തെരഞ്ഞെടുപ്പ് പ്രതീക്ഷകളൊക്കെ പങ്കുവയ്ക്കുകയും ചെയ്തത്.